നല്ലൊരു സംഖ്യ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവനക്കൊരു വീടും അവൻ്റെ മക്കൾക്ക് നല്ലൊരു ജീവിതമാർഗവും ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 150ഓളം ബസ്സുകൾ ഈ ഒരു ഉദ്യമത്തിലേക്ക് തയ്യാറായിട്ടുണ്ട്. അവരെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മരിച്ച ഡ്രൈവറുടെ കുടുംബത്തിന് വേണ്ടി ഒരു വീട് വെക്കാനാണ് സഹായം ചെയ്യുന്നത്. ബസ് ഡ്രൈവറുടെ കുടുംബത്തിന് വേണ്ടി ഒരു വീട് വെക്കാനാട്ടോ അനാഥരായ 2 കുട്ടികളാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. അകാലത്തിൽ പൊലിഞ്ഞുപോയ സഹപ്രവർത്തകന്റെ കുടുംബത്തിനായി കാരുണ്യയാത്ര നടത്തി സ്വകാര്യ ബസ്സുകൾ. ഹൃദയാഘാതം മൂലം നിര്യാതനായ കൊണ്ടോട്ടി ചെറുകാവ് ഐക്കരപ്പടിയിലെ ബസ് ഡ്രൈവർ അഷ്റഫിന്റെ കുടുംബത്തിന് സ്ഥലവും വീടും ഒരുക്കാനാണ് 100-ലധികം സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തിയത്. കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടിയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് സാക്ഷ്യം വഹിച്ചത് ഒരു പുണ്യപ്രവർത്തിക്കായിരുന്നു. അകാലത്തിൽ പൊലിഞ്ഞുപോയ പ്രിയ സുഹൃത്തിന്റെ കുടുംബത്തിനായി ബസ് ഉടമകളും ബസ് തൊഴിലാളികളും ഒരുമിച്ച് കൈകോർത്തപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത് ഒരു കുടുംബത്തിന്റെ സ്വന്തമായൊരു വീടെന്ന സ്വപ്നം. കഴിഞ്ഞ മാർച്ച് 23-നാണ് ഐക്കരപ്പടിയിലെ ബസ് ഡ്രൈവറായിരുന്ന അഷ്റഫ് എന്ന ബാവു ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത്. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് അഷ്റഫിന്റെ കുടുംബം. വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന അഷ്റഫിന്റെ അനാഥമായി പോയ കുടുംബത്തിന് വീടും സ്ഥലവും ഒരുക്കാനാണ് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെയും ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ 100-ലേറെ ബസ്സുകൾ കാരുണ്യത്തിന്റെ ഡബിൾ ബെൽ മുഴക്കുന്നത്. കാരുണ്യയാത്രയിലൂടെ നടത്തുന്ന ബസ്സുകളുടെ വരുമാനവും തൊഴിലാളികളുടെ വേതനവും പൂർണ്ണമായും കുടുംബത്തെ സഹായിക്കുന്നതിനായി നീക്കിവെക്കും. മരിച്ച ഡ്രൈവറുടെ കുടുംബത്തിന് വേണ്ടി ഒരു വീട് വെക്കാനാണ് സഹായം ചെയ്യുന്നത്. ഏറ്റെടുത്ത ലക്ഷ്യം നിറവേറിയാൽ മാത്രമേ ഈ ഉദ്യമത്തിൽ നിന്നും പിന്നോട്ടുള്ളൂ എന്ന ദൃഢനിശ്ചയത്തിലാണ് ബസ് ഉടമകളും തൊഴിലാളികളും. കഴിഞ്ഞ 1-ാം തീയതി നമ്മളെ ഒരു ബസ് ഓടി. ആ ബസ് ഓടി അന്ന് 2 ലക്ഷം രൂപ ഞങ്ങൾക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട്. അതേമാതിരി ഇനിയും ബസ്സുകൾ അതിൽ 30,000 കിട്ടുന്നുണ്ട്, 20 ഉണ്ട്. പിന്നെ തൊഴിലാളികളെ വീതം തരുന്നുണ്ടല്ലോ. നല്ലൊരു സംഖ്യ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവനക്കൊരു വീടും അവൻ്റെ മക്കൾക്ക് നല്ലൊരു ജീവിതമാർഗവും ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ അതിന് പ്രവർത്തിക്കുന്നത്. 150ഓളം ബസ്സുകൾ ഈ ഒരു ഉദ്യമത്തിലേക്ക് തയ്യാറായിട്ടുണ്ട്. അവരെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 2 അനാഥരായ കുട്ടികളാണ്. അതുപോലെ തന്നെ വിധവയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും വൃദ്ധയായ അദ്ദേഹത്തിൻ്റെ മാതാവിനും ഒരു വീടുണ്ടാക്കി കൊടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. കൊണ്ടോട്ടി നിയോജക മണ്ഡലം MLA TV ഇബ്രാഹിം മുഖ്യ രക്ഷാധികാരിയായും ചെറുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK അബ്ദുള്ളക്കോയ ചെയർമാനായും ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം N അച്ചു കൺവീനറായും ചെറുകാവ് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് PVA ജലീൽ ട്രഷററുമായി നാട്ടുകാർ രൂപീകരിച്ച കുടുംബസഹായ സമിതിയാണ് കുടുംബത്തിന് സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനും ഉപജീവന മാർഗം ഒരുക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നത്. കാരുണ്യയാത്ര കൊണ്ടോട്ടി CI A ദീപകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. ബസ് ഉടമ പ്രതിനിധികളായ C മുഹമ്മദ് ഉർവര കുഞ്ഞിക്ക, TPS നജീബ്, CKB നിസാർ, അസീസ് മൊണാലിസ, ജാബിർ അനുഗ്രഹം, കുടുംബസഹായ സമിതി ഭാരവാഹികളായ ആഷിഖ് പുത്തുപ്പാടം, PM മുനീർ, HNT നൌഷാദ് എന്നിവർ ഫണ്ട് സമാഹരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കൊണ്ടോട്ടിയിലെ ഹൈടെക്സ് ഉടമ KP സക്കീർ മാസ്റ്റർ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഒരു ദിവസത്തെ വരുമാനം കൈമാറി. ചാനൽ 10 കൊണ്ടോട്ടി. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.